Today we discuss about the circuit components of a power supply. അപ്പോൾ അതിൽ ഒരു പവർ സപ്ലൈയുടെ സർക്യൂട്ട് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ മേജറായിട്ട് വരുന്ന ട്രാൻസ്ഫോമർ, റെക്ടിഫയർ, ഫിൽറ്റർ, റെഗുലേറ്റർ മുതലായ കമ്പോണൻസ് ആണ് വരുന്നത്. അതിൽ നമ്മൾ റെക്ടിഫയറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഓരോ സർക്യൂട്ട് കമ്പോണൻസിൻ്റെയും റോൾ എന്താണെന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ദ ട്രാൻസ്ഫോമർ. അപ്പോൾ ട്രാൻസ്ഫോമറില്ലാതെ നമുക്ക് എന്തായാലും ഒരു പവർ സപ്ലൈ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ലൈൻ വോൾട്ടേജിനെ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു AC വോൾട്ടേജ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. സോ വി ഹാവ് ടു സ്റ്റെപ്പ് ഡൗൺ ആൻ AC വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ് ടു ദ ഡിസൈഡ് AC വോൾട്ടേജ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അതുപോലെ ആഫ്റ്റർ വി സ്റ്റെപ്പ് ഡൗൺ ദിസ് AC voltage to the desired AC voltage, we need to use a rectifier to convert AC input to a unipolar, that is DC output. Then we have to use a filter which converts the pulsating input DC input to a nearly constant DC output. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യും. അതായത് പൾസേറ്റിംഗ് ആയിട്ടുള്ള DCയെ നമുക്ക് ഒരു നിയർലി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു DC ആക്കി മാറ്റാനായിട്ട് നമ്മൾ ഫിൽറ്റർ സർക്യൂട്ട്സ് യൂസ് ചെയ്യും. ദെൻ വി യൂസ് റെഗുലേറ്റേഴ്സ്. അപ്പം പിന്നെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള DC വോൾട്ടേജുകൾ പല വോൾട്ടേജ് റേഞ്ചുകളിൽ നമുക്ക് എടുക്കാനായിട്ട്. ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ 5 വോൾട്ട് ആയിട്ടുള്ള 5 വോൾട്ട് DC ആണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 7805 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് റെഗുലേറ്റർ IC ആണ് സാധാരണ യൂസ് ചെയ്യുക IC ഉപയോഗിക്കുന്ന കേസുകളിൽ. അപ്പോൾ അതുപോലെ നമുക്കിപ്പോൾ 9 വോൾട്ടാണ് വേണ്ടത്. അപ്പോൾ അതിന് ഡിസൈഡ് ആയിട്ടുള്ള ഒരു IC നമ്മൾ യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഡിസൈഡ് റേഞ്ചിലുള്ള സെനർ ഡയോഡ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ നടത്തുക. That is to reduce the ripple of the DC voltage and to get a desired DC output voltage. അപ്പോൾ ഇത് രണ്ടിനും നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് ദ വോൾട്ടേജ് റെഗുലേറ്റർ വി കണക്ട് ദ ലോഡ്. അപ്പോൾ അതാണ് നമ്മുടെ ടോട്ടൽ പവർ സപ്ലൈയുടെ ബേസിക്സ് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ആദ്യം ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും. ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് നമ്മൾ ലൈൻ വോൾട്ടേജിനെ നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള ഒരു AC വോൾട്ടേജ് ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അതിനുശേഷം നമ്മൾ റെക്ടിഫയർ യൂസ് ചെയ്ത് ദിസ് AC ഹാസ് ടു ബി കൺവേർട്ടഡ് ടു പൾസേറ്റിംഗ് DC. Then we use a filter circuit to convert pulsating DC to a nearly constant DC output. Then we use a voltage regulator to reduce again the ripple and to derive the desired voltage range. So that is the basics of the power supply. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബേസിക്കായിട്ട് റെക്ടിഫയറിനെ കുറിച്ചാണ്. So next is diode as a rectifier. So a rectifier is an electronic circuit which converts alternating current to ഡയറക്റ്റ് കറണ്ട് ഓർ യൂണിഡയറക്ഷണൽ കറണ്ട്. അപ്പോൾ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ നമ്മൾ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ റെക്ടിഫയേഴ്സ് ആർ മെയിൻലി ഓഫ് 3 ടൈപ്സ്. ഒന്നെന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയേഴ്സ് ആണ്, രണ്ടാമത് ഫുൾ വേവ് റെക്ടിഫയേഴ്സ് ആൻഡ് തേർഡ് വൺ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ്. അങ്ങനെ 3 ടൈപ്പാണ് സാധാരണ നമ്മൾ പറയാറ്. അത് ബേസിക്കായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഹാഫ് വേവും രണ്ടാമത് ഫുൾ വേവും. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ദ ഹാഫ് വേവ് റെക്ടിഫയർ. So an electronic circuit which converts alternating voltage or current for half the period of input cycle is called as a half wave rectifier. അപ്പോൾ ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ നമുക്ക് ഒരു അതിൻ്റെ ഹാഫ് ദ പീരീഡ് അതിൻ്റെ ഇൻപുട്ട് സൈക്കിളിൻ്റെ പകുതി പീരീഡ് മാത്രം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ സർക്യൂട്ടിനെയാണ് നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ പടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമറിലേക്ക് ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡയോഡിൽ നിന്ന് നമ്മൾ ലോഡും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു AC വേവ് ഫോമാണ് വരിക. അപ്പോൾ ഔട്ട്പുട്ടിൽ ഒരു പൾസേറ്റഡ് ആയിട്ടുള്ള DC ഔട്ട്പുട്ടായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഓരോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും എന്ത് ചെയ്യും, ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുകയും അങ്ങനെ ലോഡിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി AC വരുന്ന സമയത്ത് നമുക്ക് അറിയാം ഇവിടെ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല, ഇറ്റ് വിൽ ബി റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ ആ സമയത്ത് ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു വോൾട്ടേജ് ലഭിക്കില്ല. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഡയോഡ് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ദാറ്റ് ഈസ് ദ ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ അതിൽ ഈ റെക്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ് നമ്മൾ സ്റ്റഡി ചെയ്യും. അപ്പോൾ ആ പാരാമീറ്റേഴ്സിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ദ ആവറേജ് ഓർ DC വാല്യൂ ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫൈഡ് സിഗ്നൽ. അല്ലെങ്കിൽ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ആവറേജ് ഓർ DC വാല്യൂവിനെ കുറിച്ചാണ് ആദ്യം പറയുക. അപ്പോൾ ഒരു സാധാരണ സിഗ്നൽ നമ്മൾ സൈനസോയിഡലായിട്ട് സിഗ്നൽ എടുക്കുന്ന സമയത്ത് ആവറേജ് വാല്യൂ ഓഫ് ദ ഹാഫ് വേവ് റെക്ടിഫൈഡ് സിഗ്നൽ എന്ന് പറഞ്ഞപ്പോൾ സൈനസോയിഡ് സിഗ്നലിൻ്റെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ
ആവറേജ് വാല്യൂ ഡി സി വാല്യൂ എന്താണെന്നാണ് നോക്കുക. അപ്പോൾ പീക്ക് വാല്യൂവിൻ്റെ വളരെ താഴെയായിരിക്കും ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഡാഷ്ഡ് ലൈനാണ് താഴെ വി ആവറേജ് എന്ന് കൊടുത്തിരിക്കുന്ന ഡാഷ്ഡ് ലൈനിലായിരിക്കും ആവറേജ് വോൾട്ടേജ് ലെവൽ അല്ലെങ്കിൽ ഡി സി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ 0 to 2π വരെയായിരിക്കും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സാധാരണ ഒരു സൈനസോയിഡലായിട്ടുള്ള വോൾട്ടേജ് നമ്മൾ സാധാരണ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഇഫ് വി ടേക്ക് ഇറ്റ് ആസ് വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. വേർ വി എം ഇസ് എ മാക്സിമം വോൾട്ടേജ് ഓർ പീക്ക് വോൾട്ടേജ്. അപ്പോൾ അതിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ആർ ആബ്സെൻറ്റ് ഇൻ ദ ഔട്ട്പുട്ട് വേവ് ഫോം ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ അതായത് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ഔട്ട്പുട്ട് വേവ് ഫോമിൽ ഉണ്ടാകത്തില്ല. കാരണം ആ നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് വരുന്ന സമയത്ത് ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോമും ഉണ്ടാകത്തില്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിൾസിൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. So in order to find the average value of the rectifier, the area under the positive half cycle has to be divided by the total base length. അപ്പോൾ total base length എന്ന് പറയുന്നത് 2π ആണ്. അപ്പോൾ ഏരിയ അണ്ടർ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇറ്റ് ഹാസ് ടു ബി വി എം അല്ലേ, മാക്സിമം വി എം സൈൻ ഒമേഗ ടി ആയിരിക്കും നമുക്ക് കിട്ടുക. അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് പിന്നെ വേണ്ടത്. അതായത് 0 to π വരെ സിഗ്നൽ ഉള്ളൂ. അപ്പോൾ നമുക്ക് 0 to π വരെ നമുക്ക് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. So the area under the positive half cycle is the integral of the sinusoidal wave equation from the limits 0 to π. അപ്പോൾ അതിനെ 0 to π വരെയുള്ള ലിമിറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ നേരത്തെ പറഞ്ഞ വി എം സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന അതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ബേസ് ലെങ്ത് നമ്മൾ 2π ആയിട്ട് തന്നെ എടുക്കും. കാരണം ഒരു ഫുൾ വേവിൻ്റെ ബേസ് ലെങ്ത് തന്നെ നമ്മൾ ഇവിടെ എടുക്കും. ദാറ്റ് ഈസ് 0 to 2π. അപ്പോൾ 2π ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. The total base length is the difference of limits of a complete cycle, that is 2π, which includes the base length of both the positive and negative cycles. So the average output voltage of a half wave rectifier can be derived as average voltage VDC എന്ന് പറയുന്നത് അങ്ങനെ എഴുതാം. Vm by 2π into integral 0 to π of sin omega t d omega t നമുക്ക് എഴുതാം. അല്ല Vm sin omega t നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് തന്നെയാണ്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 0 to π വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2π എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ ബേസ് ലെങ്ത് ആണ്. അത് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Vm by 2π into മൈനസ് കോസ് ഒമേഗ ടി ഇൻ ദ ലിമിറ്റ് 0 to π എന്ന് കിട്ടും. അതിന് നമുക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? എന്നിട്ട് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് Vm by π എന്ന് കിട്ടും. അതായത് ആവറേജ് വോൾട്ടേജ് ഇക്വേഷൻ ഫോർ എ ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് വി ഡി സി എന്ന് പറയുന്നത് നമുക്ക് Vm by π എന്ന് എടുക്കാം. 1 by π എന്ന് പറയുന്നത് എന്താണ്? 0.318 ആണ്. അപ്പോൾ 0.318 Vm എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് എ വാല്യൂ ഓഫ് വി ഡി സി ഫോർ എ ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ അതാണ് ഫസ്റ്റ് പാരാമീറ്റർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്റർ ആണ് അതിൻ്റെ ഡി സി വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. വി ഡി സി ഈക്വൽ ടു 0.318 Vm. നെക്സ്റ്റ് ഈസ് ദ RMS വാല്യൂ ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. ദ RMS വോൾട്ടേജ് ഓഫ് എ സൈൻ വേവ് എന്ന് പറയുന്നത് നമുക്ക് VRMS ഈക്വൽ ടു Vm by √2 എന്നാണ് നമ്മൾ സാധാരണ സൈൻ വേവിൻ്റെ RMS വോൾട്ടേജ് എടുക്കുക. അതായത് 1 by √2 എന്ന് പറയുന്നത് 0.707 ആണ്. അപ്പോൾ 0.707 Vm എന്ന് നമുക്ക് കിട്ടും. പിന്നെ ഹാഫ് വേവ് റെക്ടിഫയർ ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. സോ ദ ടോട്ടൽ ബേസ് ലെങ്ത് 2π ഷുഡ് ബി ടേക്കൺ ഫ്രം ദ ഇന്റർവൽ 0 to 2π. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് അതുപോലെ തന്നെയാണ് എടുക്കുക. അപ്പോൾ RMS വോൾട്ടേജ് എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ RMS എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് മീൻ സ്ക്വയർ വോൾട്ടേജ് എന്നാണ്. അപ്പോൾ റൂട്ടും സ്ക്വയറും നമ്മൾ എടുക്കണം. അതിൻ്റെ ആവറേജ് വാല്യൂ നേരത്തെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Vm സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി എന്നായിരിക്കും അപ്പോൾ കിട്ടുക. അപ്പോൾ അതാണ് നമ്മൾ അതിൻ്റെ സ്ക്വയർ വാല്യൂ എന്ന് പറഞ്ഞാൽ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ടോട്ടൽ ബേസ് ലെങ്ത് ആയ 2π വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. പിന്നെ നേരത്തെ ചെയ്തതുപോലെ 0 to π ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എല്ലാ സ്ക്വയർ റൂട്ടിനകത്താണ് നമ്മൾ ഈ ഹോൾ ഓപ്പറേഷൻ നടക്കുക. അപ്പോൾ നമുക്കെന്ത് കിട്ടും? ബ്രാക്കറ്റിനകത്ത് അതായത് ഇൻറ്റഗ്രലിനകത്ത് നമുക്ക് 1 - cos 2 omega t by 2 എന്ന് കിട്ടും. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ആൻഡ് വി ഗെറ്റ് ഇറ്റ് ആസ് omega t - sin 2 omega t by 2 എന്ന് കിട്ടും. ഇൻ ദ ലിമിറ്റ് 0 to π. എന്നിട്ട് നമ്മൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും? വി ഗെറ്റ് ഇറ്റ് ആസ് സ്ക്വയർ റൂട്ട് ഓഫ് Vm സ്ക്വയർ by 4 എന്ന് കിട്ടും. അപ്പോൾ Vm സ്ക്വയർ by 4 എന്ന് പറയുന്ന സ്ക്വയർ റൂട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Vm by 2 എന്ന് കിട്ടും. സോ ദ RMS വോൾട്ടേജ് ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ VRMS ഈസ് ഈക്വൽ ടു Vm by 2 വിച്ച് ഈസ് ഈക്വൽ ടു 0.5 Vm എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഈസ് ദ എഫിഷ്യൻസി ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. അടുത്ത ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസിയെ കുറിച്ചാണ് പറയുക. ദാറ്റ് ഈസ് ഈറ്റ. റേഷ്യോ ഓഫ് DC ഔട്ട്പുട്ട് പവർ ടു ദ AC ഇൻപുട്ട് പവർ ഓഫ് എ റെക്ടിഫയർ ഈസ് കോൾഡ് ഇറ്റ്സ് എഫിഷ്യൻസി. അപ്പോൾ PDC by PAC ആണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുക. അതായത് ദാറ്റ് മീൻസ് എന്തുമാത്രം നമുക്ക് ഒരു DC ഔട്ട്പുട്ട് പവർ ഇതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എ ഗിവൺ AC ഇൻപുട്ട് പവർ അതിന് എന്തുമാത്രം DC ഔട്ട്പുട്ട് പവർ റെക്ടിഫയറിന് ഡിറൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ എഫിഷ്യൻസി ആയിട്ട് പറയുക. അപ്പോൾ നമുക്കറിയാം PDCയും PACയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഈറ്റ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ PAC ആദ്യം കാണാം.
അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം IRMS എന്ന് പറഞ്ഞാൽ IM/2 ആണ്. കാരണം നേരത്തെ VRMS എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുത്തത് VM/2 എന്നാണ് എടുത്തത്. അപ്പോൾ ഈ IRMS വിൽ ബി അതായത് റൂട്ട് മീൻ സ്ക്വയർ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? RMS കറണ്ട് എന്ന് പറഞ്ഞാൽ IM/2 ആയിരിക്കും. അതായത് പീക്ക് വാല്യൂ ഓഫ് ദ കറണ്ട് ഡിവൈഡ് ബൈ 2 ആയിരിക്കും IRMS എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് തന്നെ അറിയാം പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? I²R ആണ് സാധാരണ. I²R ആണ് സാധാരണ പവറായിട്ട് എടുക്കുക. അപ്പോൾ AC എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ RMS കറണ്ടാണ് എടുക്കുക. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് I²RMS. അതുപോലെ റെസിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത് ഡയോഡിൻ്റെ ഫോർവേഡ് റെസിസ്റ്റൻസും വരും, അതുപോലെ ലോഡ് റെസിസ്റ്റൻസ് ആയ RLഉം വരും. അതിന് രണ്ടിനും കൂടെ സമ്മാണ് ടോട്ടൽ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ I²R എന്ന് പറഞ്ഞാൽ IRMS² RF+RL എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ IRMS ഇവിടെ കിട്ടിയിട്ടുണ്ട്, IM/2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ IM/2 the whole square into RF+RL, ദാറ്റ് ഈസ് ദ പവർ AC, PAC നമുക്ക് കിട്ടും. ഇനി അടുത്ത് വേണ്ടത് നമുക്ക് PDC കാണുക എന്നുള്ളതാണ്. അവിടെ പക്ഷേ RMS വാല്യൂ അല്ല നമ്മൾ എടുക്കുക, പകരം ആവറേജ് വാല്യൂ ആണ് നമ്മൾ എടുക്കുക. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് I_average² into RL. അവിടെ ഡയോഡിൻ്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് എടുക്കേണ്ട കാര്യമില്ല, ലോഡിൻ്റെ റെസിസ്റ്റൻസ് മാത്രം മതിയാവും. അപ്പോൾ വി ഗെറ്റ് ഇറ്റ് ആസ് I_average. നേരത്തെ V_average എടുത്ത പോലെ തന്നെയാണ്. V_average നമുക്ക് എങ്ങനെ കിട്ടിയത്? VM/π എന്നാണ് കിട്ടിയത്. അതുപോലെ I_average വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് IM/π. രണ്ടും ഒന്ന് തന്നെയാണ്, കറണ്ടും വോൾട്ടേജും ഒരേ പോലെ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ IM/π the whole square into RL എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഫോർ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ വാല്യൂസ് PDCയുടെയും PACയുടെയും വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും? 0.406 into 1 divided by 1 plus RF/RL എന്ന് നമുക്ക് കിട്ടും. അതായത് അതിൽ RF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി മച്ച് ലെസ് ദാൻ RL. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഹോൾ തിങ് വിൽ ബി 1. അപ്പോൾ വി ഗെറ്റ് ഇറ്റ് ആസ് 40.6% എന്ന് കിട്ടും. അല്ലെങ്കിൽ 0.406 എന്ന് എഴുതാം. അല്ലെങ്കിൽ പെർസെൻറ്റേജിൽ നമ്മൾ പറയുകയാണെങ്കിൽ എത്ര കിട്ടും? 40.6% നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് ദ മാക്സിമം എഫിഷ്യൻസി ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. അതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിലല്ലാതെയും എഫിഷ്യൻസി കാണാൻ പറ്റും. ഇപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാം. അതായത് നേരിട്ട് നമ്മൾ VDC into IDC എടുക്കുക. അത് VI എന്ന് പറയുന്ന മെത്തേഡിൽ പവറിന് അങ്ങനെ നമുക്ക് ഇക്വേഷൻ ഉണ്ട്, V into I. അത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് നമ്മൾ എടുത്താലും നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും. അപ്പം PDC കാണാനായിട്ട് കറസ്പോണ്ടിങ് DC വോൾട്ടേജും DC കറണ്ടും തമ്മിലുള്ള പ്രോഡക്റ്റ് എടുക്കുക. AC കാണാനായിട്ട് RMS വാല്യൂ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും RMS വാല്യൂസ് തമ്മിലുള്ള പ്രോഡക്റ്റ് എടുക്കുക. അപ്പം നമുക്കിത് VDC into IDC ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 0.318 എന്ന് കിട്ടും. കാരണം അതിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടതുപോലെ എന്താണ്? π ആണ്. അപ്പോൾ 2 പ്രാവശ്യം π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.31. 1/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.318 the whole square എന്ന് കിട്ടും. 1/π into 1/π അതാണ് 0.318 the whole square എന്ന് കിട്ടുക. അതുപോലെ RMSൻ്റെ കേസിലും അതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുക. നമുക്ക് എങ്ങനെ കിട്ടും? ഇറ്റ് ഈസ് 1/2 ആക്ച്വലി. അപ്പോൾ 1/2 into 1/2 ദാറ്റ് ഈസ് 0.5 സ്ക്വയർ എന്ന് കിട്ടും നമുക്ക്. സോ അത് രണ്ട് സോൾവ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? 40.6% എന്ന് കിട്ടും. അപ്പോൾ അത് അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇത് കാണാൻ പറ്റും. ഒരു മാർക്കിന് ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം. an alternate way to calculate the efficiency of a rectifier. Next important factor is the ripple factor. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. That is the ratio of the effective value of the AC component to the DC component of the output is defined as the ripple factor and is denoted by gamma. അത് എഫക്റ്റീവ് AC കമ്പോണൻറ്റ് എഫക്റ്റീവ് വാല്യൂ DC കമ്പോണൻറ്റും ആയിട്ടുള്ള ഔട്ട്പുട്ടിലെ രണ്ട് വാല്യൂസ് തമ്മിൽ നമ്മൾ റേഷ്യോ എടുക്കുന്ന സമയത്ത് ആ ഫാക്ടറിനെയാണ് നമ്മൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുക. ദാറ്റ് ഇസ് VAC/VDC. സോ നമുക്ക് VACയും കാണണം VDCയും കാണണം. അതിന് ആദ്യം നമുക്ക് VAC കാണാനായിട്ട് നമുക്ക് എങ്ങനെ എടുക്കാം? VRMS ആദ്യം കമ്പ്യൂട്ട് ചെയ്യാം. VRMS എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് VDC സ്ക്വയർ പ്ലസ് VAC സ്ക്വയർ. അപ്പോൾ രണ്ട് DCയുടെയും ACയുടെയും വോൾട്ടേജ് വാല്യൂസിൻ്റെ സ്ക്വയർ എടുത്ത് അതിൻ്റെ റൂട്ട് എടുക്കണം. റൂട്ട് എടുക്കുന്ന സമയത്താണ് നമുക്ക് VRMS കിട്ടുക. അപ്പോൾ VAC നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? VDCയെ കൂടെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് വിൽ ബി സ്ക്വയർ റൂട്ട് ഓഫ് VRMS സ്ക്വയർ മൈനസ് VDC സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അതുപോലെ IRMS വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് IDC സ്ക്വയർ പ്ലസ് IAC സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അപ്പം വോൾട്ടേജ് ആയാലും കറണ്ട് ആയാലും സമാനമായ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ എഴുതുക. സോ therefore the ripple factor equation is ഗാമ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് VRMS സ്ക്വയർ മൈനസ് VDC സ്ക്വയർ. അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന VACയുടെ വാല്യൂ ഡിവൈഡ് ബൈ VDC സ്ക്വയർ നമുക്ക് എഴുതാം. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും VDC സ്ക്വയർ എന്ന ടേം ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് VRMS ബൈ VDC ദ ഹോൾ സ്ക്വയർ മൈനസ് 1 എന്ന് നമുക്ക് എഴുതാം. സോ ദാറ്റ് ഇസ് എ റിപ്പിൾ ഫാക്ടർ ഇക്വേഷൻ. അപ്പോൾ എന്നിട്ട് ഈ വാല്യൂസ് ഓരോ റെക്ടിഫയറിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാല്യൂസ് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുക. അതായത് RMS വാല്യൂ, RMS വോൾട്ടേജ് വാല്യൂ, അതുപോലെ DC ആവറേജ് വാല്യൂ വോൾട്ടേജിൻ്റെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതാത് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ കിട്ടും. ദിസ് ദ ഇക്വേഷൻ കോമൺ ഫോർ
all types of rectifiers. എല്ലാ ടൈപ്പ് ഓഫ് റെക്ടിഫയേഴ്സിനും കോമൺ ആയിട്ടുള്ള റിപ്പിൾ ഫാക്ടറിൻ്റെ ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് റിപ്പിൾ ഫാക്ടർ കാണാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ റിപ്പിൾ ഫാക്ടർ ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, RMS വോൾട്ടേജ് നമ്മൾ ഇടുക. അപ്പോൾ VRMS എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം VM/2 ആണ്, അതായത് 0.5 VM ആണ്. അതുപോലെ ആവറേജ് വോൾട്ടേജ് നമുക്കറിയാം VM/π ആണ്. അപ്പോൾ ആ രണ്ട് വാല്യൂസ് നമ്മൾ ഈ ഇക്വേഷനകത്ത് ഇടുക. ഇട്ടിട്ട് സോൾവ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും സ്ക്വയർ റൂട്ട് ഓഫ് π/2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1.21 എന്ന് കിട്ടും. ദാറ്റ് ഇസ് എ ഹൈ വാല്യൂ, വളരെ വലിയൊരു വാല്യൂ ആണ്. അപ്പോൾ റിപ്പിൾ ഫാക്ടർ നല്ല റിപ്പിൾ ഫാക്ടർ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഹാഫ് വേവ് റെക്ടിഫയറിന് റിപ്പിൾ ഫാക്ടർ വളരെ ഹൈ ആണ്. അതുപോലെ നെക്സ്റ്റ് ഈസ് അനദർ പാരാമീറ്റർ കോൾഡ് ഫോം ഫാക്ടർ. ഇപ്പോൾ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് VRMS ആൻഡ് VDC. അപ്പോൾ RMS വോൾട്ടേജിൻ്റെയും DC വോൾട്ടേജ്, അതായത് ആവറേജ് വോൾട്ടേജിൻ്റെയും റേഷ്യോയാണ് നമ്മൾ ഫോം ഫാക്ടർ എന്ന് പറയുക. അപ്പോൾ ഫോം ഫാക്ടർ വഴി നമുക്ക് നേരിട്ട് റിപ്പിൾ ഫാക്ടർ കാണാം. ദാറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ഫോം ഫാക്ടർ സ്ക്വയർ മൈനസ് 1. അപ്പോൾ ആ ഇക്വേഷൻ വെച്ച് ഉപയോഗിച്ച് നമുക്ക് റിപ്പിൾ ഫാക്ടർ കാണാം. ഈ ഫോം ഫാക്ടർ ഈസ് ഗിവൺ. ഫോം ഫാക്ടർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റിപ്പിൾ ഫാക്ടർ കാണാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. അപ്പോൾ റിപ്പിൾ ഫാക്ടർ സാധാരണ ഔട്ട്പുട്ടിൽ വരുന്ന റിപ്പിളിൻ്റെ എമൗണ്ടിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഫോം ഫാക്ടർ സൂചിപ്പിക്കുന്നത് ഡിറ്റർമിൻസ് ദ ഷേപ്പ് ഓഫ് ദ ഔട്ട്പുട്ട്. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ ഷേപ്പിനെയാണ് ഫോം ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോം ഫാക്ടർ ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ നമുക്ക് കാണാം, വിച്ച് ഈസ് ഈക്വൽ ടു 0.5 ഡിവൈഡ് ബൈ 0.318 നമുക്ക് എടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 1.57 ഓർ 157% എന്ന് കിട്ടും. ദാറ്റ് ഇസ് ദ ഫോം ഫാക്ടർ. അതുപോലെ റിപ്പിൾ ഫാക്ടർ ഈ വാല്യൂ നമ്മൾ ഇതിനകത്ത് ഇടുന്ന സമയത്ത് എന്ത് കിട്ടും, 1.57 ദ ഹോൾ സ്ക്വയർ മൈനസ് 1, വിച്ച് ഈസ് ഈക്വൽ ടു 1.21 എന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയും നമുക്ക് ആൾട്ടർനേറ്റ് വേയിൽ നമുക്ക് റിപ്പിൾ ഫാക്ടർ കാണാം. സോ ദ ഫോം ഫാക്ടർ ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് 1.57 ആൻഡ് റിപ്പിൾ ഫാക്ടർ ഈസ് 1.21 എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ഈസ് എ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ. അപ്പോൾ അടുത്തായിട്ട് ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു പാരാമീറ്ററാണ് ഉള്ളത്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ എഫിഷ്യൻസിയുടെ കേസിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഹിയർ വി ടേക്ക് ഇറ്റ് ആസ് DC പവർ ഡെലിവേർഡ് ടു ദ ലോഡ് ബൈ AC റേറ്റിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ സെക്കൻഡറി. നമ്മൾ കുറച്ച് മുമ്പേ എഫിഷ്യൻസി പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു കാണും. എഫിഷ്യൻസി പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞത് PDC/PAC എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയും അതുപോലെ DC പവർ തന്നെയാണ് എടുക്കുക, DC പവർ ബൈ AC പവർ തന്നെയാണ് എടുക്കുക. പക്ഷേ അത് എഫിഷ്യൻസി ആയിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC പവർ അത് തന്നെയാണ്, PDC തന്നെയാണ് എടുക്കുക. പക്ഷേ AC എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. AC റേറ്റിംഗ് ഓഫ് ദ ട്രാൻസ്ഫോമർ സെക്കൻഡറിയാണ് നമ്മൾ എടുക്കുക. അത് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയുടെ AC റേറ്റിംഗ് ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ അതിന് ചെറിയ ഇക്വേഷനിൽ ചെറിയ വ്യത്യാസം വരും. അതുകൊണ്ടാണ് എഫിഷ്യൻസി അല്ലാത്ത, അല്ലെങ്കിൽ എഫിഷ്യൻസി പോലെ തന്നെ നമുക്കിതിനെയും എടുക്കാൻ കഴിയുമായിരുന്നു. സോ അപ്പോൾ അതിൽ DC പവർ PDC എന്ന് പറയുന്നത് നേരത്തെ ചെയ്തതുപോലെ നമ്മളിവിടെ കറണ്ട് ആവറേജ് വോൾട്ടിൻ്റെയും പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ IM/π ഇൻറ്റു VM/π എന്ന് എടുക്കാം, IM VM/π² എന്ന് നമുക്ക് കിട്ടും. അത് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെയാണ് DC പവർ നമുക്ക് എടുക്കാൻ പറ്റുക. അതേസമയം ഈ രണ്ടാമത്തെ കേസ്, അതായത് ഡിനോമിനേറ്ററിൻ്റെ കേസ്, AC റേറ്റിംഗ് ഓഫ് ദ ട്രാൻസ്ഫോമർ സെക്കൻഡറി എന്ന് പറയുന്നത് നമുക്ക് പവർ റേറ്റിംഗ് ഓഫ് ദ ട്രാൻസ്ഫോമർ അതെന്ന് പറഞ്ഞാൽ VRMS ഇൻറ്റു IRMS ഫോർ എ സെക്കൻഡറി കോയിൽ നമ്മൾ എടുക്കണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VRMS ഈസ് ഈക്വൽ ടു VM/√2 എന്ന് നമുക്ക് കിട്ടും. അതേസമയം IRMS എന്ന് പറഞ്ഞാൽ IM/2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ RMS വോൾട്ടേജ് എടുത്ത സമയത്ത് നമ്മളിവിടെ നമുക്ക് ഇവിടെ RMS വോൾട്ടേജ് സൈൻ വേവ് എങ്ങനെ കിട്ടിയത്, VM/√2 എന്നാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ അവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, VM/√2 ആയിരിക്കും നമുക്ക് കിട്ടുക. അതേസമയം IRMS എന്ന് പറഞ്ഞാൽ IM/2 ആയിരിക്കും കിട്ടുക. അതായത് കറണ്ട് എപ്പോഴും മാത്രമേ ഡ്രോ ചെയ്യുന്നുള്ളൂ, കറണ്ട് അതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ ഡ്രോ ചെയ്യൂ. അപ്പോൾ നമുക്ക് IM/2 എന്നായിരിക്കും കിട്ടുക. പക്ഷേ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആ പൊളാരിറ്റി പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് പൊളാരിറ്റിയുടെ ചേഞ്ച് വരുന്നുണ്ട്. പക്ഷേ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് നമ്മൾ ഡ്രോ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ കറണ്ട് IM/2 എന്ന് എടുക്കാൻ പറ്റൂ. VRMS VM/√2 എന്ന് തന്നെ എടുക്കാം. അതായത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നുള്ള ഫുൾ വാല്യൂ തന്നെ നമ്മൾ എടുക്കണം. സൈൻ വേവിൻ്റെ ഫുൾ വാല്യൂ ആയ RMS വോൾട്ടേജ് ഓഫ് എ സൈൻ വേവ് തന്നെ നമ്മൾ ഇവിടെ എടുക്കണം. അതായത് VM/√2 എന്ന് തന്നെ എടുക്കണം. പക്ഷേ ഇപ്പോൾ കറണ്ട് എടുക്കുന്ന സമയത്ത് നമ്മളിവിടെ IRMS, അതായത് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ RMS കറണ്ട് എന്ന് പറഞ്ഞാൽ IRMS എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക, IM/2 എന്നാണ് കിട്ടുക. അതാണ് കാരണം ഒരു ഹാഫ് സൈക്കിളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കറണ്ട് ഡ്രോ ചെയ്യുന്നുള്ളൂ. പക്ഷേ വോൾട്ടേജ് നമ്മൾ ഹോൾ സൈൻ വേവിൻ്റെ തന്നെ എടുക്കണം. അതായത് VRMS എന്ന് പറഞ്ഞാൽ VM/√2 തന്നെ നമ്മൾ എടുക്കണം. സോ ദാറ്റ് ഈസ് ദ ബേസിക് ഡിഫറൻസ്. അപ്പോൾ അങ്ങനെ ഒരു
ഒരു വ്യത്യാസം ഇവിടെയുണ്ട്. അല്ലാതെ ഇവിടെയും IM/√2 വെച്ച് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യരുത്. ഇവിടെ നമ്മൾ കറണ്ട് എടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ കറണ്ട് സർക്യൂട്ട് ഡ്രോ ചെയ്യത്തുള്ളൂ, അതായത് സെക്കൻഡറിയിൽ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ IM/2 ആയിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ വരും? VM/IM/2√2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ വാല്യൂവും നേരത്തെ പറഞ്ഞ IM/VM/π² നമ്മൾ ഈ മെയിൻ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും? വി ഗെറ്റ് ഇറ്റ് ആസ് 0.2865 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് എ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാം. അല്ലെങ്കിൽ നമ്മൾ ഈ റേഷ്യോസ് എല്ലാം അറിയാമെങ്കിൽ 1/π² നമുക്കറിയാം, അതുപോലെ ഈ വാല്യൂ 1/√2 നമുക്കറിയാം, 1/2 നമുക്കറിയാം, ബാക്കിയെല്ലാം ക്യാൻസലായി പോകുന്നത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം? വി ഗെറ്റ് ഇറ്റ് ആസ് 0.318² ഡിവൈഡ് ബൈ 0.707 ഇൻറ്റു 0.5 എന്ന് എടുക്കുക. അതും വി ഗെറ്റ് ഇറ്റ് ആസ് 0.286 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെ നേരിട്ട് വാല്യൂസ് അറിയാമെങ്കിൽ നമ്മൾ നേരിട്ട് അങ്ങ് ഈ ഇക്വേഷൻ ഫുൾ എഴുതണമെന്നില്ല, നമുക്ക് ഈ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് നേരിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ കഴിയും. സോ ദാറ്റ് ഇസ് എ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, അത് വളരെ 1 കമ്പയർ ചെയ്യുമ്പോൾ 1 ആയിരിക്കാം മാക്സിമം ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എങ്കിൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? ഇവിടെ 0.2 മാത്രമേ കിട്ടുന്നുള്ളൂ, 0.28 മാത്രമേ കിട്ടുന്നുള്ളൂ. ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി 0.3 എന്ന് നമുക്ക് പറയാം. അത്രയും വളരെ കുറഞ്ഞ ഒരു ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഫോർ എ ഹാഫ് വേവ് റെക്ടിഫയർ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ ഈസ് വെരി ലോ. അപ്പോൾ ട്രാൻസ്ഫോമറിനെ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ വളരെ കുറച്ചേ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ട്രാൻസ്ഫോമർ അതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? റെക്ടിഫയർ പവർ ഡ്രോ ചെയ്യുന്നുള്ളൂ, അല്ലാതെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്തില്ല ഡ്രോ ചെയ്യുന്നില്ല. അപ്പോൾ ട്രാൻസ്ഫോമറിൽ വരുന്ന വോൾട്ടേജ് എന്താ? ഇറ്റ് റിമെയിൻസ് ആസ് സച്ച്, അല്ലേ? അവിടെ ആസ് സ്റ്റേഷനറി. അപ്പോൾ അത് അവിടെ വെറുതെ ഇരിക്കുന്ന പോലത്തെ ഒരു കണ്ടീഷനായിരിക്കും വരിക. അത് എന്തെടുക്കുന്നില്ല, റെക്ടിഫയർ ആ സമയത്ത് എടുക്കാൻ റെക്ടിഫയറിന് കഴിയുന്നില്ല. അതായത് അപ്പോൾ ട്രാൻസ്ഫോമറിനെ മൊത്തമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ആർക്ക് പറ്റുന്നില്ല? ഹാഫ് വേവ് റെക്ടിഫയറിന് പറ്റുന്നില്ല. അതായത് സോ വളരെ കുറഞ്ഞൊരു വാല്യൂ ആയ 0.2865 ആണ് നമുക്ക് കിട്ടുക. നെക്സ്റ്റ് ഇസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് അടുത്തായിട്ട് പറയുന്നത്. അതായത് ഫസ്റ്റ് വൺ ഈസ് മോർ എമൗണ്ട് ഓഫ് റിപ്പിൾ കണ്ടൻറ്റ്. അപ്പോൾ വളരെയധികം ഹൈ ഡിഗ്രി ഓഫ് റിപ്പിൾ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ റിപ്പിൾ കണ്ടൻറ്റ് നമ്മളിവിടെ എടുത്താണ് എത്രയാണ്? 1.21 ആണല്ലേ. അതായത് 121% എന്ന് പറയുന്ന ഒരു ഹൈ റിപ്പിൾ കണ്ടൻറ്റ് ആണ് അതിനകത്തുള്ളത്. നെക്സ്റ്റ് ഈസ് ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ ഈസ് വെരി ലോ. അപ്പോൾ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ ഇവിടെ 0.286 എന്നാണ് കിട്ടിയത്. അപ്പോൾ അത് വളരെ കുറഞ്ഞ ഒരു വാല്യൂ ആണ്. അതുപോലെ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഈസ് ലോ. അത് എത്രയായിരുന്നു? 40 ആയിരുന്നു അല്ലേ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 40.6% ആയിരുന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ എ വെരി ലോ വാല്യൂ. തേർഡ് വൺ ഈസ് ജനറേറ്റ്സ് ഹാർമോണിക്സ്. അപ്പം ബേസിക് ഫ്രീക്വൻസി അല്ലാതെ, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അല്ലാതെ എന്തുണ്ട്? അതിൻ്റെ ഹാർമോണിക്സും കൂടെ ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓർ കറണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് അഥവാ കറണ്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഹാഫ് വേവ് റെക്ടിഫയറിൽ നമുക്ക് കിട്ടുക. സോ ദീസ് ആർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. പിന്നെ ഇതൊക്കെ ആണെങ്കിലും ചില അഡ്വാൻറ്റേജസും ഉണ്ട് ഹാഫ് വേവ് റെക്ടിഫയറിന്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഫോർഡബിൾ. കാരണം ഒരു ഡയോഡും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു റെക്ടിഫയർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് അഫോർഡബിൾ. അപ്പോൾ അതിൻ്റെ പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതിയാവും. അപ്പോൾ കണക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, സിമ്പിൾ കണക്ഷൻസ്. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ഫുൾ വേവ് റെക്ടിഫയറുമായിട്ടോ ബ്രിഡ്ജ് റെക്ടിഫയറുമായിട്ടോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ വെരി ഈസിയാണ്. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് ഈസി ടു യൂസ് ആസ് ദ കണക്ഷൻസ് ആർ സിമ്പിൾ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഇപ്പോൾ ഡയോഡിന് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഡയോഡ് മാറ്റിയിട്ട് വീണ്ടും കണക്ഷൻ കൊടുക്കാൻ കഴിയും. അപ്പോൾ അത് നമുക്ക് ഈസി ടു യൂസ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൽ നമ്പർ ഓഫ് കമ്പോണൻസ് യൂസ്ഡ് ആർ ലെസ്. വളരെ കുറച്ച് കമ്പോണൻസ് യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്കൊരു ട്രാൻസ്ഫോമർ ഒരു ഡയോഡ് മാത്രം മതിയാവും. അപ്പോൾ അതൊരു വളരെ നമ്പർ ഓഫ് കമ്പോണൻസ് ഇനി വരാൻ പോകുന്ന റെക്ടിഫയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. സോ നെക്സ്റ്റ് വൺ ഇസ് ദ ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. സോ ഇറ്റ്സ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് വിച്ച് കൺവേർട്സ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓർ കറണ്ട് ഇൻറ്റു പൾസേറ്റിംഗ് വോൾട്ടേജ് ഓർ കറണ്ട് ഡ്യൂറിംഗ് ബോത്ത് ഹാഫ് സൈക്കിൾസ് ഓഫ് ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ടിൻ്റെ രണ്ട് ഹാഫ് സൈക്കിളിൽ നമുക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റെക്ടിഫയറിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ റെക്ടിഫൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ നമുക്ക് രണ്ട് ഹാഫ് സൈക്കിളിൽ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്കതിനെ ഒരു പൾസേറ്റിംഗ് വോൾട്ടേജ് ആക്കി മാറ്റാൻ കഴിയും. അപ്പോൾ അതിൽ തന്നെ രണ്ട് ടൈപ്പാണ് സാധാരണ ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് സാധാരണ സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ, ഫുൾ വേവ് സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ എന്ന് പറയുന്നതും അതുപോലെ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരം ട്രാൻസ്ഫോമേഴ്സാണ് യൂസ് ചെയ്യുക സാധാരണ. അപ്പോൾ ഈ സെൻറ്റർ ടാപ്ഡ് ആയിട്ടുള്ള റെക്ടിഫയറിന് നമ്മൾ സെൻറ്റർ ടാപ്ഡ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പടമാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ സിമ്പലുമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കമ്പാരിസന് വേണ്ടി ഏറ്റവും താഴെ വലത്തെ മൂലയിലായിട്ട് നമ്മൾ സാധാരണ ട്രാൻസ്ഫോമർ, അതായത് ബ്രിഡ്ജ് റെക്ടിഫയറിനൊക്കെ ഉപയോഗിക്കുന്ന സെൻറ്റർ ടാപ്പ് അല്ലാത്ത ട്രാൻസ്ഫോമറും വലത്തെ മൂലയിൽ കാണിച്ചിട്ടുണ്ട്. സെൻറ്റർ ടാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാം, നടുക്ക് എന്തുണ്ട്? ഒരു ബ്ലാക്ക് ലീഡുണ്ട് അല്ലേ. നടുക്കൊരു ബ്ലാക്ക് ലീഡാണ് ഔട്ട്പുട്ടിൽ വരിക. അതുകൂടാതെ രണ്ട് ചുവന്ന ലീഡുകളും ഉണ്ട്. ദാറ്റ് ഈസ് T1 ആൻഡ് T3. T1 ആൻഡ് T3 എന്ന് പറഞ്ഞ രണ്ട് ചുവന്ന ലീഡുകളും ഉണ്ട്. നടുക്കായിട്ട് ബ്ലാക്കിൽ ഒരു
T2 എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് ലീഡും ഉണ്ട്. അപ്പോൾ നടുക്ക് വരുന്ന ആ ലീഡ് ബ്ലാക്ക് ലീഡിനെയാണ് നമ്മൾ സാധാരണ സെൻറ്റർ ടാപ്പ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ I1 I2 ആണ്. അതാണ് ഇൻപുട്ട് AC വരുന്ന സ്ഥലം. അതായത് ലൈൻ കറണ്ട് നേരിട്ട് വരുന്ന ആ ലീഡുകളാണ് I1 I2 എന്ന് പറയുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് ഈ T1 T2 T3 എന്ന് പറയുന്ന ആ ലീഡുകളിൽ വരിക. അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ടേജ് എടുക്കുന്ന സമയത്ത് ഈ കൺസിഡർ T2 ആസ് ഗ്രൗണ്ട്. T2 ഒരു ഗ്രൗണ്ട് പോലെ എടുക്കും. അതുകൊണ്ട് നമുക്ക് അതിനെ വേണേൽ 0 വോൾട്ട് എന്ന് എടുക്കാം. അപ്പോൾ T1ഉം T2ഉം തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് ഒരു 12-0-12 ട്രാൻസ്ഫോമറിൽ 12-0-12 എന്ന് പറയുന്ന ട്രാൻസ്ഫോമറിൽ എത്രയായിരിക്കും? ഈ നടുക്കുള്ള ബ്ലാക്ക് ലീഡും ഈ റെഡ് ലീഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 12 വോൾട്ട് ആയിരിക്കും. അതുപോലെ ഈ T2ഉം T3യും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയായിരിക്കും? 12 വോൾട്ട് തന്നെ ആയിരിക്കും. അപ്പം T1ഉം T3യും തമ്മിലുള്ള വ്യത്യാസം എത്രയായിട്ട് മാറും? 24 വോൾട്ടായിട്ട് മാറും. സോറി 12-0-12 ട്രാൻസ്ഫോമറിൽ നമുക്ക് മാക്സിമം കിട്ടുന്ന വോൾട്ടേജ് എത്രയായിട്ട് 24 വോൾട്ടിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള വ്യത്യാസം. അപ്പോൾ നടുക്കുള്ള ആ കോൺടാക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ സെൻറ്റർ ടാപ്പ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഉള്ള പ്രത്യേകം ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ സിമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിലും T1ഉം T2ഉം T3യും പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സാധാരണ സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ നമ്മൾ വരയ്ക്കുക. അതിൻ്റെ ഒരു ശരിക്കുമുള്ള ആക്ച്വൽ ട്രാൻസ്ഫോമറാണ് ഞാൻ മുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ റെഡിന് പകരം യെല്ലോ ലീഡ്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് യെല്ലോ ലീഡ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയായിരിക്കും? 24 വോൾട്ട് ആയിരിക്കും. ഏതെങ്കിലും ഒരു യെല്ലോയും ബ്ലാക്കും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് 12 വോൾട്ടും ആയിരിക്കും. അപ്പോൾ താഴെയായിട്ട് അതിൻ്റെ സെൻറ്റർ ടാപ്പ് അല്ലാത്ത വേർഷനും സാധാരണ ട്രാൻസ്ഫോമറും തന്നിട്ടുണ്ട്. അവിടെ സാധാരണ 12 വോൾട്ട് തന്നെ ആയിരിക്കും രണ്ട് ലീഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമുക്ക് തന്നെ കാഴ്ചയിൽ തന്നെ അറിയാം ഈ സെൻറ്റർ ടാപ്പിലായിട്ടുള്ള ട്രാൻസ്ഫോമർ മറ്റേനേക്കാൾ കുറച്ചുകൂടെ ബൾക്കിയാണ്, കുറച്ചുകൂടെ ഹെവിയും ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അടുത്ത ഫുൾ വേവ് സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറാണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നടുക്കാണ് സെൻറ്റർ ടാപ്പ് കണക്ഷൻ വരുന്നതെന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് ഡയോഡാണ് യൂസ് ചെയ്യുക. അത് ഒരു ഡയോഡ് അതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും ഒരു ഡയോഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഓപ്പറേറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് D1 ഫോർവേഡ് ബയാസ്ഡ് ആവണം. അതുപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡ് D2 ഷുഡ് ബി ഫോർവേഡ് ബയാസ്ഡ്. ഏതെങ്കിലും ഒരു ഡയോഡ് എപ്പോഴും ഫോർവേഡ് ബയാസ്ഡ് ആകുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മൾ സാധാരണ ഈ ഫുൾ വേവ് റെക്ടിഫയർ ഓപ്പറേറ്റ് ചെയ്യുക. ഇപ്പോൾ AC ലൈൻ വോൾട്ടേജ് വരുന്നതാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്, പ്ലസും മൈനസും. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യും? ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്ത ഒരു വോൾട്ടേജ് അപ്പുറത്തെ സൈഡിൽ കിട്ടും. അപ്പോൾ അതിന് നമ്മൾ സോഴ്സ് വോൾട്ടേജായ VS എന്നാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് പ്ലസ് മൈനസ് എന്ന് നമുക്ക് കിട്ടും. അതപ്പോൾ നമ്മൾ ഏറ്റവും മേളിലത്തുള്ള പ്ലസും ഏറ്റവും താഴെയുള്ള മൈനസും എടുത്താൽ മതി. അപ്പം നമുക്ക് ഒരു പ്ലസും മൈനസും മാത്രം എടുത്താൽ മതിയാവും. ഏറ്റവും ടോപ്പിലുള്ള പ്ലസും ഏറ്റവും താഴെയുള്ള മൈനസും. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പറയാം? ഇപ്പോൾ D1 ആയിരിക്കും ഫോർവേഡ് ബയാസ്ഡ് എന്ന് പറയാം. തിരിച്ചു വരുന്ന സമയത്ത് താഴെയായിരിക്കും പ്ലസ് വരിക, മേളിലായിരിക്കും മൈനസ് വരിക. അപ്പോൾ ഡയോഡ് D2 വിൽ ബി കണ്ടക്റ്റിംഗ്. അപ്പോൾ എങ്ങനെയായാലും ഈ ലോഡ് റെസിസ്റ്റൻസ് ആയ R കൂടെ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ അതിനെ ക്രോസ് ആയിട്ട് എന്ത് ചെയ്യും? ഒരു ഔട്ട്പുട്ട് വോൾട്ടേജായ V0 ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഡയഗ്രമാണ് ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് അതിൻ്റെ രണ്ടിൻ്റെയും ഒരു ആ സെൻറ്റർ ടാപ്പിൽ തന്നെ ലോഡ് റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നൊരു വെർഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കറണ്ട് ഫ്ലോ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്, ഓരോ ഹാഫ് സൈക്കിളിലും വരുന്ന കറണ്ടിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആദ്യത്തെ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുക, മറ്റതിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും ഫ്ലോ ചെയ്യുക. അപ്പോൾ എങ്ങനെ ആയാലും ഏതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്? ലോഡ് റെസിസ്റ്റൻസിലൂടെ കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവും രണ്ട് ഹാഫ് സൈക്കിളിൽ. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം ആണ് ഇവിടെ വലതുവശത്ത് താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം സോഴ്സ് വോൾട്ടേജായ VS ഇവിടെ ഡാഷ്ഡ് കർവായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. മൈനസ് VS നെഗറ്റീവ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നതാണ് ഡാഷ്ഡ് കർവായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. സോളിഡ് കർവായിട്ട് കാണിച്ചിരിക്കുന്നത് പോസിറ്റീവ് VS എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ V0 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത് സോഴ്സ് വോൾട്ടേജിൻ്റെ പീക്കിനേക്കാളും കുറച്ച് താഴെയായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. കാരണം ഈ ഡയോഡിന് അക്രോസ് ആയിട്ട് എന്ത് ചെയ്യും? എപ്പോഴും ഒരു ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു ഹാഫ് സൈക്കിളിൽ ചിലപ്പോൾ ഡയോഡ് D1 അക്രോസ് ആയിട്ടായിരിക്കും ഡ്രോപ്പ് ഉണ്ടാകുക എങ്കിൽ അടുത്ത ഹാഫ് സൈക്കിളിൽ ഇതിന് അക്രോസ് ആയിട്ടായിരിക്കും ഡ്രോപ്പ് ഉണ്ടാകുക, D2 അക്രോസ് ആയിരിക്കും ഡ്രോപ്പ് ഉണ്ടാകുക. ആ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പിനെ നമ്മൾ VD എന്ന് എടുക്കുകയാണെങ്കിൽ അത്രയും പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടത്തില്ല. അത് അത്രയും പൊട്ടൻഷ്യൽ ഇവിടെ ഡ്രോപ്പായി പോയി, ഡയോഡിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പായി പോയി. പിന്നെ റിമൈനിങ് ആയിട്ടുള്ള വോൾട്ടേജ് മാത്രമേ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ, V0 ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദ വോൾട്ടേജ് ലെവൽസ്, അല്ലെ മാക്സിമം വോൾട്ടേജ് ലെവൽസ് ഇൻ ദ ഇൻപുട്ട് സിഗ്നലോ ഔട്ട്പുട്ട് സിഗ്നലോ ആയിട്ട് പീക്ക് വോൾട്ടേജ് എടുക്കുന്ന സമയത്ത് ഒരു ഡിഫറൻസ്, വി ക്യാൻ സി എ സ്മോൾ ഡിഫറൻസ്. ദാറ്റ് ഡിഫറൻസ് ഈസ് കോൾഡ് ദ ഡയോഡ് ഡ്രോപ്പ്, ദാറ്റ് ഈസ് VD.
അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് മറ്റേ ഈ ഡാഷ്ഡ് കർവാണ്. ആ ഡാഷ്ഡ് കർവ് വരുന്ന സമയത്തും എന്തുണ്ട്, അതാണ് നെഗറ്റീവ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കതിനെ വരച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് ആ V0 എന്ന് പറയുന്നപ്പോൾ നമുക്ക് കാണാം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സോ വി ക്യാൻ സേ ഇറ്റ് ആസ് എ ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ ഇവിടെയും നമ്മൾ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെയും ഈ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ കാണണം. അതായത് ആവറേജ് വാല്യൂ, RMS വാല്യൂ, റിപ്പിൾ ഫാക്ടർ, എഫിഷ്യൻസി, ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ, ഫോം ഫാക്ടർ. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറിന് എടുത്തതുപോലെ തന്നെ ഫുൾ വേവ് റെക്ടിഫയറിന് നമ്മൾ എടുക്കണം. So in a full wave rectifier, the negative polarity of the wave will be converted to positive polarity. So the average value can be found by taking the average of one positive half cycle. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്ക് നമ്മൾ ഫ്രാക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ 2Vm എന്നാണ് കിട്ടുക. 2Vm എന്ന് കിട്ടും. 2Vm/2π എന്നായിരിക്കും കിട്ടുക. നേരത്തെ എടുത്ത പോലെ ടോട്ടൽ ബേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 2π തന്നെയാണ് അല്ലേ? ടോട്ടൽ ബേസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അല്ല, ഐ മീൻ ടോട്ടൽ ബേസ് ലെങ്ത് ഇറ്റ് ഈസ് 2π. അപ്പോൾ നമ്മൾ ഇവിടെ VM എടുക്കുന്ന സമയത്തൊക്കെ നേരത്തെ ഒരു ഹാഫ് സൈക്കിളിൽ മാത്രം എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് ഹാഫ് സൈക്കിൾ വരികയാണ്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 2Vm. അപ്പോൾ 2Vmത്തിന് 2ഉം മറ്റേ 2πയുടെ 2ഉം നമ്മൾ ക്യാൻസലായി പോകും. സോ നമുക്ക് എങ്ങനെ കിട്ടും? Vm/π എന്നേ കിട്ടും. അപ്പോൾ Vm/π × ഇൻ്റഗ്രൽ 0 to π sin ωt dωt എന്ന് കിട്ടും, നേരത്തെ പോലെ തന്നെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ sin ωt വിൽ ബി മൈനസ് cos ωt ഇൻ ദ ലിമിറ്റ് 0 to π. അപ്പോൾ അതിനെ നമ്മൾ സോൾവ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കിട്ടും 2Vm/π which is equal to 0.636 Vm എന്ന് നമുക്ക് കിട്ടും. അതായത് 2/πയുടെ വാല്യൂ എത്രയാണ്? 0.636 ആണ്. ദാറ്റ് വിൽ ബി ട്വൈസ് ദ വാല്യൂ ഓഫ് 1/π. 1/π നേരത്തെ കിട്ടിയ 0.318ൻ്റെ ട്വൈസ് ആണ് 0.636 Vm എന്ന് നമുക്ക് കിട്ടുക. സോ വി ക്യാൻ സേ ആവറേജ് വോൾട്ടേജ് ഇക്വേഷൻ ഫോർ എ ഫുൾ വേവ് റെക്ടിഫയർ ഈസ് VDC is equal to 2Vm/π which is equal to 0.636 Vm എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഈസ് ദ RMS വാല്യൂ ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ. അത് നേരത്തെ കണ്ടതുപോലെ തന്നെ നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും? വി ഗെറ്റ് ഇറ്റ് ആസ് Vm/√2 എന്ന് കിട്ടും. നേരത്തെ Vm/2 എന്നാണ് നമുക്ക് അവിടെ കിട്ടിയത്. ഇവിടെ Vm/√2 എന്ന് നമുക്ക് കിട്ടും. അത് ഇക്വേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും 2 വരും. 2Vm² ആയിട്ടായിരിക്കും വരിക. ഇവിടെ താഴെ 2π വരും. അപ്പോൾ അതെല്ലാം സോൾവ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് Vm²/π എന്നാണ് കിട്ടുക. അപ്പോൾ അതിനെ പിന്നെ നമ്മൾ സോൾവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്ത് സോൾവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ Vm²/√2 എന്ന് കിട്ടും. ദാറ്റ് വിൽ ബി Vm/√2 എന്ന് കിട്ടും. 1/√2 is equal to 0.707 Vm എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നേരത്തെ ഹാഫ് വേവ് റെക്ടിഫയറിൽ നമുക്ക് 0.5 Vm എന്നാണ് കിട്ടിയത്. ദാറ്റ് ഈസ് Vm/2 ആയിരുന്നു അവിടെ കിട്ടിയത്. പക്ഷേ ഇവിടെ Vm/√2 ആയ 0.707 Vm എന്നാണ് നമുക്ക് കിട്ടുക. സോ ദാറ്റ് ഈസ് RMS വാല്യൂ ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ. നെക്സ്റ്റ് ഈസ് എ റിപ്പിൾ ഫാക്ടർ. റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മൾ ആ റിപ്പിൾ ഫാക്ടറിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഗാമ is equal to √VRMS/VDC (2 - 1) എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ കറസ്പോണ്ടിങ് ആയ RMS വാല്യൂയും DC വാല്യൂയും നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? റിപ്പിൾ ഫാക്ടർ കിട്ടും. അപ്പോൾ ഒരു ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ VRMS എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Vm/√2 ആണ്. അതുപോലെ VDC എന്ന് പറയുന്നത് 2Vm/π ആണ്. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് അവിടെ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് കിട്ടും 0.48 എന്ന് കിട്ടും. അപ്പോൾ റിപ്പിൾ ഫാക്ടർ നേരത്തെ ഉണ്ടായിരുന്ന 1.21 നിന്ന് വളരെ കുറഞ്ഞ് 0.48ലേക്ക് റിപ്പിൾ ഫാക്ടർ കുറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദ റിപ്പിൾ കണ്ടന്റ് ഇൻ ദ ഔട്ട്പുട്ട് ഈസ് ലെസ് കമ്പയർഡ് വിത്ത് ദ റിപ്പിൾ കണ്ടന്റ് ഫോർ എ ഫുൾ ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ എത്രയേ ഉള്ളൂ? 0.48 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വളരെ കുറഞ്ഞൊരു റിപ്പിൾ ഫാക്ടറാണ്. സോ ദാറ്റ് ഈസ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ. നെക്സ്റ്റ് ഈസ് ദ എഫിഷ്യൻസി ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ. അടുത്ത എഫിഷ്യൻസി, ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസിയാണ് നമ്മൾ അടുത്തായിട്ട് എടുക്കുക. സോ വി ഹാവ് ടു കൺസിഡർ നേരത്തെ പോലെ തന്നെ PDCയും PACയും നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ ഫ്രാക്ഷനിൽ PDCയുടെ വാല്യൂം കറസ്പോണ്ടിങ് ആയിട്ടുള്ള PACയുടെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കണം. ബാക്കിയെല്ലാം പഴയ ഹാഫ് വേവ് റെക്ടിഫയറിൽ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ PDC നമ്മൾ ചെയ്യുമ്പോൾ 2Vm/π (2 RL എന്ന് കിട്ടും. ദാറ്റ് ഡിവൈഡ് ബൈ PAC is equal to Vm/√2 RF പ്ലസ് RL എന്ന് നമുക്ക് കിട്ടും. അത് സോൾവ് ചെയ്തിരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കിട്ടും 0.810 നേരത്തെ കിട്ടിയതുപോലെ 1/1 + RF/RL എന്ന് കിട്ടും. ദാറ്റ് ഈസ് 81% എന്ന് കിട്ടും. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നേരത്തെ 40.6 ആയിരുന്നു, ഇപ്പോൾ 81%. അതായത് നേരെ അതിൻ്റെ ഏറെക്കുറെ ഇരട്ടിയായിട്ട് നമുക്ക് എഫിഷ്യൻസി ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ വി ക്യാൻ സേ ദ എഫിഷ്യൻസി ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ ഈസ് ഡബിൾ ദാൻ ദാറ്റ് ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. അതല്ല, ഹാഫ് വേവ് റെക്ടിഫയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറെക്കുറെ എഫിഷ്യൻസി ഇരട്ടിയായിട്ടാണ് നമുക്ക് ഇവിടെ ഫുൾ വേവ് റെക്ടിഫയറിന് കിട്ടുന്നത്. നെക്സ്റ്റ് ഈസ് ആൾട്ടർനേറ്റ് വേ. അതായത് ഇത് തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആൾട്ടർനേറ്റ് മെത്തേഡിലും കാണാം. അപ്പോൾ ഇവിടുത്തെ വാല്യൂ നമുക്കറിയാം 0.63 2/π ആണ്. അപ്പോൾ 0.6366 ഡിവൈഡ് ബൈ 1/√2 എന്ന് പറഞ്ഞാൽ which is equal to 0.707 2. അപ്പോൾ അത് രണ്ടിൻ്റെയും
ഫ്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടും 0.81 എന്ന് തന്നെ കിട്ടും. ദാറ്റ് ഈസ് 81%. അപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അതിൽ ഫോം ഫാക്ടർ എങ്ങനെ കാണാം? VRMS/VDC ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂസും അതുപോലെ റെസ്പെക്റ്റീവ് വാല്യൂസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടും 1.11 എന്ന് കിട്ടും. റിപ്പിൾ ഫാക്ടർ അതേ ഫോം ഫാക്ടർ സ്ക്വയർ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ റൂട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു 0.482 വിച്ച് ഈസ് ഈക്വൽ ടു 48.2% നമുക്ക് കിട്ടും. സോ നെക്സ്റ്റ് ഈസ് ദ ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പം ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഫുൾ വേവ് റെക്ടിഫയറും ഹാഫ് വേവ് റെക്ടിഫയർ എന്നും പറയുന്നത്. അപ്പോൾ അത് രണ്ടും നമ്മൾ സെൻട്രൽ ടാപ്പ് വേർഷൻ പഠിച്ചു, അതുപോലെ ഹാഫ് വേവ് റെക്ടിഫയറും പഠിച്ചു. നെക്സ്റ്റ് ഈസ് ദ ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ തന്നെ 4 ഡയോഡ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണത്. നേരത്തെ 2 ഡയോഡായിരുന്നു, ഇപ്പോൾ 4 ഡയോഡ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. അപ്പോൾ 2 ഹാഫ് സൈക്കിളിലും ഇത് ഓപ്പറേറ്റ് ചെയ്യും. അതായത് ഫോർവേഡ് ഹാഫ് സൈക്കിളിലും നമുക്ക് കിട്ടും, അതുപോലെ റിവേഴ്സ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും നമുക്ക് കിട്ടും. അപ്പോൾ ഒരു സമയം 2 ഡയോഡുകൾ കണ്ടക്ട് ചെയ്യും, അതേസമയം മറ്റ് 2 ഡയോഡുകൾ റിവേഴ്സ് ബയാസ്ഡ് ആയിട്ട് ആയിരിക്കും ഇരിക്കുക. അപ്പോൾ ഓരോ ഹാഫ് സൈക്കിളിലും അങ്ങനെയാണ്, ഏതെങ്കിലും 2 ഡയോഡായിരിക്കും വർക്ക് ചെയ്യുക, മറ്റ് 2 ഡയോഡുകൾ റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ സാധാരണ ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ട്, അതുപോലെ പോസിറ്റീവ് പ്ലസും മൈനസും സോഴ്സ് വോൾട്ടേജായിട്ട് അത് തന്നിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജായ V0 ഡെവലപ്പ് ചെയ്യുന്നത് അവിടെ ലോഡ് റെസിസ്റ്റൻസ് ആയ R അക്രോസ് ആണ്. ഇതൊരു ശരിക്കൊരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കണക്ഷൻസ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുക. അപ്പോൾ ആദ്യം നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുക, ദാറ്റ് ഈസ് ദ പോസിറ്റീവ് VS വരുന്ന സമയത്ത് നമുക്ക് കാണാം ഏതൊക്കെ ഡയോഡായിരിക്കും കണ്ടക്ട് ചെയ്യുക. ഡയോഡ് D1 വിൽ ബി കണ്ടക്ടിങ് ആൻഡ് ഡയോഡ് D2 വിൽ ബി കണ്ടക്ടിങ്. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള D1 and D2 എന്ന് പറയുന്ന ഡയോഡ്സ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. അപ്പോൾ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് D1 ഈ ലോഡിൽ കൂടെ D2 വഴി എന്ത് ചെയ്യും, നെഗറ്റീവ് ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ ബ്രൗൺ ലൈനായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ബ്രൗൺ ലൈനിൽ കാണിച്ചിരിക്കുന്നത് അതാണ്. അപ്പോൾ പോസിറ്റീവ് VS വരുന്ന സമയത്ത് ഡയോഡ്സ് D1 and D2 വിൽ ബി കണ്ടക്ടിങ്. അപ്പോൾ എന്ത് ചെയ്യും, കണ്ടക്ഷൻ ലോഡിൽ കൂടെയാണ്. അപ്പോൾ ലോഡിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ആ വോൾട്ടേജിനെയാണ് നമ്മൾ V0 എന്ന് പറയുക. ഇതിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ അപ്പോൾ എങ്ങനെയായിരിക്കും, തിരിച്ചായിരിക്കും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ പ്ലസ് സൈൻ എവിടെ ആയിരിക്കും വരിക, ഇപ്പുറത്തെ സൈഡിലായിരിക്കും വരിക, അല്ലേ, താഴെ ആയിരിക്കും വരിക. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മേളിലായിരുന്നു പ്ലസ്, ഇപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് താഴെ ആയിരിക്കും പ്ലസ്. അപ്പോൾ ഏതൊക്കെ ഡയോഡുകളായിരിക്കും കണ്ടക്ട് ചെയ്യുക, ഡയോഡ് D3 and D4 വിൽ ബി കണ്ടക്ടിങ്. അപ്പോൾ അത് ഈ ബ്രൗൺ ലൈൻ വഴി കറണ്ടിൻ്റെ കണ്ടക്ഷൻ പാത്ത് കാണിച്ചിട്ടുണ്ട്. അതായത് D3 വഴി ലോഡ് വഴി D4ലേക്ക് പോകും. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആയാലും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയാലും ലോഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതിയാവും, D1 വഴി ലോഡ് വഴി ഫ്ലോ ചെയ്യുന്ന സമയത്തായാലും D3 വഴി ലോഡിലേക്ക് ഫ്ലോ ചെയ്യുന്ന സമയത്തായാലും കറണ്ടിൻ്റെ ഡയറക്ഷൻ ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇവിടെ D3 D4 ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. D1 and D2 വിൽ റിമെയിൻ റിവേഴ്സ് ബയാസ്ഡ്, അല്ലേ, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിന് ഒരു കണ്ടക്ടിങ് പാത്ത് മാത്രമേ ഒരു സമയത്ത് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ 2 ഹാഫ് സൈക്കിൾ, അതിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആയാലും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയാലും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. പക്ഷേ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നത് എത്രയായിരിക്കും, 2 ഡയോഡിന് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയേ കാണൂ, അത് VS minus 2 VD, 2 times VD. But if VD is the voltage drop across one diode, we can take voltage drop across 2 diodes as 2 VD. അപ്പോൾ അതിൻ്റെ ട്വൈസ് നമ്മൾ എടുത്താൽ മതിയാവും. അപ്പോൾ അതിനെ നമ്മൾ സോഴ്സ് വോൾട്ടേജിൽ നിന്ന് മൈനസ് ചെയ്യുക, അത് VS നിന്ന് മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് V0 എന്ന് പറഞ്ഞാൽ. VS minus 2 VD വിൽ ബി V0. ബാക്കിയെല്ലാം മറ്റേതുപോലെ തന്നെയാണ് കിട്ടുക. 2 ഹാഫ് സൈക്കിളിൽ നമുക്ക് കണ്ടക്ഷൻ കിട്ടുന്നുണ്ട്, ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. സോ ദാറ്റ് ഇസ് ദ വർക്കിംഗ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ അതിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഞാൻ ഒന്നുകൂടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യമുള്ള കണ്ടക്ഷൻ പാത്ത് കുറച്ചുകൂടെ വ്യക്തമാണ്. അപ്പോൾ എയിൽ നിന്ന് ഇങ്ങനെ D1 വഴി ലോഡ് വഴി D2 വഴി ആണ് കണ്ടക്ഷൻ നടക്കുക. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് കാണാം D4 വഴി ലോഡ് വഴി D3 വഴിയാണ് കണ്ടക്ഷൻ നടക്കുക. ഇപ്പോൾ റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുള്ള ഡയോഡുകളെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടുള്ള ഡയോഡുകൾ മാത്രമേ നമ്മളിതിൽ കാണിച്ചിട്ടുള്ളൂ. So current always flows in one direction through the load resistance R regardless of whether VS is positive or negative. അപ്പോൾ VS പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കറണ്ട് ഒരു ഡയറക്ഷൻ തന്നെയായിരിക്കും ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇൻ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ D1 and D2 ആർ ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് D3 and D4 ആർ റിവേഴ്സ് ബയാസ്ഡ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 and D2 ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും, അതേസമയം D3 and D4 റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. The negative half cycle D3 and D4 are forward biased and D1 and D2 are reverse biased. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D3 and D4 ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും, D1 and D2 are റിവേഴ്സ് ബയാസ്ഡ് എന്ന് നമുക്ക് പറയാം.
നെക്സ്റ്റ് ഈസ് എ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ. അപ്പോൾ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ പിന്നെ ആ ഇക്വേഷൻ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, ഇനി നമ്മൾ നേരിട്ട് അതിൻ്റെ വാല്യൂസ് നമുക്ക് നോക്കി പോവാം. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ വാല്യൂ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ 0.2865 എന്ന് കിട്ടിയിട്ടുണ്ട് ഫോർ എ 100 വാട്ട് ലോഡ്. അപ്പോൾ 100 വാട്ട് ആയിട്ടുള്ളൊരു ലോഡിന് VA റേറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ എത്ര വേണം? 350 VA, 350 VA ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഈ വാല്യൂ കിട്ടത്തുള്ളൂ. അതായത് പറഞ്ഞാൽ ഒരു ഹൈ VA റേറ്റിംഗ് ആണ് 350 VA എന്ന് പറഞ്ഞാൽ. അതേസമയം സെൻട്രൽ ടാപ്ഡ് റെക്ടിഫയർ ആകുമ്പോൾ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് 0.2865 ഇറ്റ് ഇൻക്രീസ്ഡ് ടു 0.672. 0.672 അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ VA റേറ്റിംഗ് അപ്പോൾ എത്ര മതിയാവും? 149 VA മതിയാവും. അപ്പോൾ ട്രാൻസ്ഫോമർ VA റേറ്റിംഗ് അതിനനുസരിച്ച് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് ഈസ് എ ബ്രിഡ്ജ് റെക്ടിഫയർ. ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് വന്നപ്പോൾ വീണ്ടും കുറച്ചുകൂടെ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമറാണ്. വി ഗെറ്റ് ഇറ്റ് 0.8106 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ വീണ്ടും VA റേറ്റിംഗ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. വി ഗെറ്റ് ഇറ്റ് 123 VA ഫോർ എ 100 വാട്ട് ലോഡ്. അപ്പോൾ അതാണ് ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടറിൻ്റെ വ്യത്യാസം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 0.2865 എന്നും 0.672 എന്നും 0.8106 എന്നും പറയുന്ന വാല്യൂസ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട, ജസ്റ്റ് ഈ വാല്യൂസ് നമ്മൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് സെൻറ്റർ ടാപ്ഡ് ഓവർ ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയറിന് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ മേലെയുള്ള അഡ്വാൻറ്റേജസ് ആണ് ഇനി അടുത്തായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ലോ റിപ്പിൾ ഫാക്ടറാണ്. റിപ്പിൾ ഫാക്ടർ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വെക്ടർ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഏറെക്കുറെ ഇരട്ടിയായിട്ടുണ്ട്, 81 വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ ബെറ്റർ TUFും കൂടിയിട്ടുണ്ട്. അതുപോലെ സപ്പോർട്ട്സ് ഹയർ വാല്യൂസ് ഓഫ് ആവറേജ് ലോഡ് കറണ്ട്. ആവറേജ് ലോഡ് കറണ്ടിൻ്റെ ഹയർ വാല്യൂസ് ഹാഫ് വേവ് റെക്ടിഫയറിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ഇവിടെ ഫുൾ വേവ് റെക്ടിഫയറിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. Next, for a given ripple voltage, a full wave rectifier requires only half the filter capacitance as that in a half wave rectifier. അപ്പോൾ റിപ്പിൾസ് വളരെ കുറവാണ് ഫുൾ വേവ് റെക്ടിഫയറിൽ. അതുകൊണ്ട് നമുക്ക് ഫിൽട്ടർ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂം പകുതി മതിയാവും. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഉള്ള ഫിൽട്ടർ കപ്പാസിറ്റൻസിൻ്റെ പകുതി മതിയാവും നമുക്ക്. സോ ബെനിഫിറ്റ്സ് ഓഫ് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ഔട്ട്വേ ഇൻക്രീസ്ഡ് എക്സ്പെൻസസ് ആൻഡ് സർക്യൂട്ട് കോംപ്ലക്സിറ്റി. പക്ഷേ ഫുൾ വേവ് റെക്ടിഫിക്കേഷന് എക്സ്പെൻസ് കൂടുതലാണ് മറ്റേനേക്കാളും. കാരണം 2 ഡയോഡ് നമ്മൾ വാങ്ങിക്കണം, പിന്നെ സെൻറ്റർ ടാപ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോമർ നമുക്ക് വേണം. അതെല്ലാം ഒരു എക്സ്പെൻസ് കൂട്ടുകയാണ് ചെയ്യുക. അതുപോലെ സർക്യൂട്ട് കൂടുതൽ കോംപ്ലക്സ് ആണ് നമ്മൾ ഹാഫ് വേവിനേക്കാളും. പക്ഷേ എന്നാൽ തന്നെയും ഈ ഇത്രയും അഡ്വാൻറ്റേജസ് ഉള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പിൾ ഫാക്ടറിൻ്റെയും എഫിഷ്യൻസിയുടെയും ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടറിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളത് മറ്റേതിനേക്കാളും കൂടുതലായതുകൊണ്ട് നമുക്ക് സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയർ ഈസ് മോർ ബെനിഫിഷ്യൽ ദാൻ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് എ ബ്രിഡ്ജ് റെക്ടിഫയർ ഓവർ സെൻറ്റർ ടാപ്പ്. സെൻറ്റർ ടാപ്പിനേക്കാളും ബ്രിഡ്ജ് റെക്ടിഫയറിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് റിക്വയർസ് എ സ്മോൾ സൈസ്ഡ് ട്രാൻസ്ഫോമർ. വളരെ ചെറിയ ഒരു ട്രാൻസ്ഫോമർ നമുക്ക് മതിയാവും. സിൻസ് ബൾക്കി സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ഈസ് നോട്ട് റിക്വയർഡ്. അപ്പോൾ ബൾക്കി ആയിട്ടുള്ള സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ നമുക്ക് ആവശ്യമില്ല ഇവിടെ. അപ്പോൾ അത് പവർ സപ്ലൈയെ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആക്കുന്നുണ്ട്. കാരണം കുറച്ചുകൂടെ വില കുറഞ്ഞ ട്രാൻസ്ഫോമറാണ് സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോമർ. നമുക്ക് അത് മതിയാവും ബ്രിഡ്ജ് റെക്ടിഫയറിന്. അല്ല സെൻറ്റർ ടാപ്പുള്ള ഒരു ബൾക്കി ട്രാൻസ്ഫോമറിൻ്റെ ആവശ്യമില്ല. സോ ദാറ്റ് മേക്സ് പവർ സപ്ലൈ മോർ കോസ്റ്റ് എഫക്റ്റീവ്. അതുപോലെ റെക്ടിഫയർ എഫിഷ്യൻസി ആൻഡ് TUF ആർ ഹൈ. റെക്ടിഫയർ എഫിഷ്യൻസിയും TUFും മറ്റേതുപോലെ തന്നെ ഹൈ ആയിട്ട് തന്നെ തുടരുന്നുണ്ട്. TUF മറ്റേനേക്കാൾ ഹൈ വാല്യൂ ആണ്. നമുക്ക് ഇവിടെ കിട്ടിയത് എത്രയാണ്? 80.8106 ആണ് കിട്ടിയത്. 81% നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റേ 67% അല്ലെങ്കിൽ 0.672 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സർക്യൂട്ട് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിനാണ് ഈ സർക്യൂട്ട് കൂടുതലായിട്ട് നമ്മൾ എടുക്കുക. അല്ല പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, അത് റിവേഴ്സ് വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് ഒരു ഡയോഡിൻ്റെ റിവേഴ്സ് വോൾട്ടേജ് റേറ്റിംഗ് ഈസ് ഈക്വൽ ടു ദ ട്രാൻസ്ഫോമർ സെക്കൻഡറി വോൾട്ടേജ് ആണ് ഇവിടെ. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് മതിയാവും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആയിട്ട്. പക്ഷേ അതേസമയം സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിൻ്റെ കേസിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ബി ട്വൈസ് ദ ട്രാൻസ്ഫോമർ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ്. അപ്പോൾ ട്രാൻസ്ഫോമർ സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിൻ്റെ കേസിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഹാസ് ടു ബി ട്വൈസ് ദ ട്രാൻസ്ഫോമർ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ്. അപ്പോൾ ട്വൈസ് PIV ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ കഴിയൂ. പക്ഷേ ഇവിടെ നമുക്ക് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് റേറ്റിംഗ് അത്രയും ആവശ്യമില്ല. നമുക്ക് ട്രാൻസ്ഫോമർ സെക്കൻഡറി വോൾട്ടേജിൻ്റെ അത്രയും മതിയാവും. മറ്റേത് 2 ടൈംസ് ട്രാൻസ്ഫോമർ സെക്കൻഡറി വോൾട്ടേജ് ഉള്ള ഡയോഡെ നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റൂ? സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിൽ യൂസ് ചെയ്യാൻ പറ്റൂ. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഹാസ് ടു ബി ട്വൈസ്. അങ്ങനെയുള്ള ഡയോഡ് മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷേ ഇവിടെ നമുക്ക് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അത്രയും വേണമെന്നില്ല. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് ഉള്ള ഡയോഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്രയാണ് ബ്രിഡ്ജ് റെക്ടിഫയറിന് സെൻറ്റർ ടാപ്പ് റെക്ടിഫയറിന് മേലെയുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ 1-2 അഡ്വാൻറ്റേജസ് നമുക്ക് സെൻറ്റർ ടാപ്പിന് ബ്രിഡ്ജിന് മേലെയും ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് സെൻറ്റർ ടാപ്പ് ഓവർ ബ്രിഡ്ജ്.
അപ്പോൾ ഒന്നാമതെന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ 2 ഡയോഡ്സ് ഓഫ് സെൻട്രൽ ടാപ്ഡ് റെക്ടിഫയർ ഈസ് ലെസ് വെൻ കമ്പയർഡ് ടു ബ്രിഡ്ജ് റെക്ടിഫയർ അല്ലേ. അവിടെ നമുക്ക് ഈ വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെ രണ്ട് ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് എടുക്കണം. അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയർ റിക്വയർസ് 4 ഡയോഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? വെൻ ലോ DC വോൾട്ടേജ് ഈസ് റിക്വയർഡ് ദെൻ സെക്കൻഡറി വോൾട്ടേജ് ഈസ് ലോ ആൻഡ് ഡയോഡ്സ് ഡ്രോപ്പ് 1.4 വോൾട്ട് ഡ്രോപ്പ് ചെയ്യും. ദാറ്റ് അങ്ങനെ ഒരു ഡ്രോപ്പ് ആയിരിക്കും നമുക്ക് ബ്രിഡ്ജിൽ കിട്ടുക. ആൻഡ് ഇറ്റ് ബിക്കം സിഗ്നിഫിക്കൻറ്റ് അല്ലേ. വളരെ കുറഞ്ഞ സെക്കൻഡറി വോൾട്ടേജ് അല്ലെങ്കിൽ ലോ DC വോൾട്ടേജ് എടുക്കുന്ന കണ്ടീഷൻസിൽ നമുക്ക് ഡയോഡിൻ്റെ ഡ്രോപ്പായ 1.4 വോൾട്ട്, അത് ഒരു ഡയോഡിന് അക്രോസ് ആയിട്ട് 0.7 വോൾട്ടാണ് ഡ്രോപ്പ് ചെയ്യുക. ബ്രിഡ്ജ് റെക്ടിഫയറിൽ ഒരേ സമയം എന്ത് ചെയ്യും? 2 ഡയോഡ് കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ എത്ര വോൾട്ട് ഡ്രോപ്പ് ചെയ്യും? 1.4 വോൾട്ട്. അതായത് 0.7 + 0.7 1.4 വോൾട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അത് ഈ ലോ വോൾട്ടേജ് കണ്ടീഷൻസിൽ നമ്മൾ ഈ റെക്ടിഫയർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ഈ 1.4 വോൾട്ട് എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് വരും. അപ്പോൾ അവിടെ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഉള്ള കേസിൽ നമുക്ക് സെൻട്രൽ ടാപ്പ് ഉപയോഗിക്കാം. അപ്പോൾ അതിനേക്കാൾ ഡയോഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത് അവിടെ കുറവായിരിക്കും. അതുപോലെ എക്കണോമിക് ആൻഡ് ലെസ് കോംപ്ലക്സിറ്റിയാണ്. മറ്റേത് 4 ഡയോഡ് നമ്മളൊരു വീൽ സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ രീതിയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ സർക്യൂട്ട് ഈസ് മോർ കോംപ്ലക്സ് ഇൻ കേസ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ. പക്ഷേ സെൻട്രൽ ടാപ്പിൽ അത്രയും കോംപ്ലക്സിറ്റി ഇല്ല. അതുപോലെ കുറച്ചുകൂടെ എക്കണോമിക് എന്ന് നമുക്ക് വേണേൽ പറയാം. കാരണം മറ്റേ 2 ഡയോഡ് കൂടെ വേണം, പക്ഷേ അതേസമയം സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ വേണം. പക്ഷേ അത് തമ്മിൽ നമ്മൾ വില വ്യത്യാസം എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് നമുക്ക് വേണേൽ കുറച്ചുകൂടെ എക്കണോമിക് എന്ന് വേണേൽ പറയാം. വി ആർ ഹാവിങ് ദ സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ, നമുക്ക് കൂടുതൽ എക്കണോമിക് എന്ന് പറയുന്നത് സെൻട്രൽ ടാപ്പ് റെക്ടിഫയർ തന്നെയാണ്. കാരണം നമുക്ക് 2 ഡയോഡ് മതിയാവും, മറ്റേത് 4 ഡയോഡ് വേണം. ആൻഡ് സർക്യൂട്ട് ഈസ് മോർ കോംപ്ലക്സ്. അപ്പോൾ അതാണ് അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രൽ ടാപ്പ് റെക്ടിഫയർ ഓവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. So that is all for the time being. Thank you.